ഫുട്ബോൾ ഞാൻ ഫുട്ബോളിൻ്റെ പ്രധാനപ്പെട്ട കളിക്കാരനായിരുന്നു. ഫുട്ബോൾ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ കളിക്കാരനായിരുന്നു. ട്രിവാൻഡ്രം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു 9 വർഷക്കാലം. മുടങ്ങിക്കിടന്ന ജി വി രാജ ഫുട്ബോൾ ടൂർണമെൻറ്റ് പുനഃസ്ഥാപിക്കപ്പെട്ടു. ഫുട്ബോളാണ് എൻ്റെ പ്രധാനപ്പെട്ട കളി. സ്നേഹം തന്നെയാണ്. ഏത് പൊസിഷനിലായിരുന്നു കളിക്കാറ്? ഫോർവേഡായിട്ടാണോ, ഫീൽഡർ, ഫോർവേഡോ ഡിഫൻഡർ, ഏത് പൊസിഷനിലാണ് കളിക്കാൻ? ഗോൾ കീപ്പർ ആയിരുന്നു അല്ലേ? ഞാൻ ഗോൾ കീപ്പറാണ്. ഇനി നമുക്ക് കായികമേളയിലേക്ക് തിരികെ എത്തിയാൽ ഇക്കുറി ഒരു പ്രധാനപ്പെട്ട സവിശേഷത, നമ്മളൊരു 15ാം ജില്ലയായി പ്രവാസി കുട്ടികളെ കൂടി പരിഗണിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ അതൊക്കെ എങ്ങനെയാണ് മനസ്സിലായത്? അവർക്കും സാധാരണ സംവിധാനങ്ങൾ തന്നെയാണ്, മറ്റു കുട്ടികളോടൊപ്പമുള്ള സംവിധാനങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയാണ്. അവർ ആ നിലയിലെല്ലാം സഹകരിക്കുന്നുണ്ട്. ഇന്നലെ ആദ്യ ബാച്ച് രാവിലെ വന്നു കഴിഞ്ഞു. പിന്നെ ഇപ്രാവശ്യം പ്രത്യേകത പെൺകുട്ടികളോട് പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ കേരള സിലബസിൽ പഠിക്കുന്ന നമ്മുടെ കുട്ടികളാണല്ലോ. ഇപ്പോൾ ലോകത്തെമ്പാടുമുള്ള മുഴുവൻ മലയാളികൾ മാത്രമല്ല കായിക താരങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന മേളയായി സ്കൂൾ ഒളിമ്പിക്സ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ശരി. അപ്പോൾ ഈ കഴിഞ്ഞ കുറി നമുക്ക് നിർഭാഗ്യകരമായ ചില സംഗതികൾ ഉണ്ടായി. ഈ പോയിന്റുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ജി വി രാജ സ്പോർട്സ് സ്കൂളും ജനറൽ സ്കൂളുകളുമായി ബന്ധപ്പെട്ട തർക്കം. അപ്പോൾ അത്തരം തർക്കങ്ങളൊന്നും ഇക്കുറി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ കഴിഞ്ഞ തവണത്തേത് ഒരു അനുഭവമായി നിർത്തിക്കൊണ്ട് എന്തെല്ലാം സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇക്കുറി? സാധാരണ ഈ കായികമേളയും എന്ന് പറയുമ്പോൾ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാവും. സാധാരണഗതിയിൽ പോയിന്റിൻ്റെ കാര്യത്തിലും ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിലും അങ്ങനെയൊക്കെയുള്ള ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി തന്നെ അവിടെ വെച്ച് തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകും. ഇതും അങ്ങനെ തന്നെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ സ്പോർട്സ് സ്കൂളുകളിലും ജനറൽ സ്കൂളിലും പഠിക്കുന്ന കുട്ടികളെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ജില്ലയിലെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് എന്ന് വരുന്നത്. രണ്ടാമത് സ്പോർട്സ് സ്കൂളിന് മാത്രം പ്രത്യേക ഒരു ചാമ്പ്യൻഷിപ്പും ജനറൽ സ്കൂളിന് മാത്രം പ്രത്യേക ചാമ്പ്യൻഷിപ്പും വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതായിരുന്നു ഒരു തർക്കം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ആ പ്രശ്നം പരിഹരിച്ച് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഇതിപ്പോ മിനിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ജിൽസി ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ സർക്കാരിന്റെ അവസാനത്തെ കായികമേളയാണ്. ഇപ്പോൾ അടുത്ത മിനിസ്ട്രിയിൽ സാർ ഉണ്ടാവുകയോ ഇല്ലേ എന്നും നമുക്കറിയില്ല. പക്ഷെ എങ്കിൽ കൂടി ഈ മിനിസ്ട്രിയുടെ അവസാനത്തെ, ഇപ്പോൾ കായിക മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയ്ക്ക് മിനിസ്റ്റർ നടത്തുന്ന അവസാനത്തെ കായികമേളയാണ്. അപ്പോൾ അതൊരു റിമാർക്കബിൾ ആവാൻ വേണ്ടിയിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നോ? അല്ല, അതല്ല, നമ്മളൊരു കൂട്ടായ്മയാണല്ലോ ഇതിൽ വരുന്നത്. നമ്മളതിലൊരു ലീഡ് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ ഒരു ലീഡർഷിപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരാൾ മാത്രം വിചാരിച്ചാൽ ഈ 22,000 വരുന്ന കുട്ടികളും അവരുടെ താമസം, അവരുടെ ഭക്ഷണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. ഇതൊരു കൂട്ടായ്മയാണ്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാഭ്യാസ ഡയറക്ടർ, അതുപോലെ തന്നെ 2 പ്രിൻസിപ്പൽ സെക്രട്ടറി IAS, അങ്ങനെ 3 IAS, മറ്റ് അധ്യാപക സംഘടനാ നേതാക്കന്മാരാണ് ഇതിൻ്റെ എല്ലാം കൺവീനർമാർ, സബ് കമ്മിറ്റികളുടെ MLA-മാരാണ് ഇതിൻ്റെ ചെയർമാൻമാർ. അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ട്. ആരും സഹകരിക്കുന്നില്ല, എല്ലാവരും സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സഹകരണത്തിൻ്റെയും കൂട്ടായ്മയുടെയും വിജയമാണ് നമ്മുടെ ഈ മേള എന്ന് പറയുന്നത്. ശരി, എന്തായാലും ആ മേള അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ മിനിസ്റ്റർ എന്ന് ആശംസിക്കുകയാണ്. ഒരു വലിയ വിജയമാകട്ടെ. അങ്ങനെ നമ്മുടെ കായിക കേരളത്തിന്റെ കുതിപ്പൊക്കെ കാണാനിരിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരുന്നത്. എന്തായാലും മിനിസ്റ്റർ, ഒരുപാട് സന്തോഷമുണ്ട് ഈ സമയത്തും താങ്കൾ മീഡിയ വണ്ണൊപ്പം ചേർന്നതിന്, താങ്കളുടെ കാര്യങ്ങളൊക്കെ പങ്കുവച്ചതിന് വളരെ നന്ദി സർ. അപ്പോൾ മിനിസ്റ്റർ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതുപോലെയുള്ള തർക്കങ്ങളോ അടിയോ ഒന്നുമില്ലാതെ, മഴയില്ലാതെ ഒരു 3 ദിവസം തുലാവർഷം മാറി കിട്ടുന്നത്. അതെ. മിനിസ്റ്റർ എന്നും ഗോൾ കീപ്പർ ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ അവിടെ കമന്റ് ബോക്സിൽ ഒരുപാട് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. മിനിസ്റ്റർ